എല്ലാവരും കാത്തിരിക്കുന്നതാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ്. അത്രയ്ക്കും പ്രോമിസിങ് ആയിട്ടുള്ള ട്രെയിലറായിരുന്നു. കാരണം അതിനകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വില്ലന്മാരായ ഗോഡ് ഓഫ് സിംബിയോട്ട്, ദ നള്ളൊക്കെ അതിനകത്ത് ഓൾമോസ്റ്റ് നെക്രോസോഡൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫാൻസ് തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന റൂമർ മാത്രമല്ല, ഈവൻ ടോം ഹോളണ്ട് തന്നെ ഇൻസ്റ്റയിലും പല സോഷ്യൽ മീഡിയാസിലും പോസ്റ്റ് ചെയ്തതാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടോം ഹോളണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇത് ജസ്റ്റ് റൂമർ മാത്രമല്ല, നടന്ന കാര്യമാണ്. ന്യൂയോർക്കിലെ പല ലൊക്കേഷനിലായിട്ട് ടോം ഹോളണ്ട് അപ്പിയർ ആയി എന്നുള്ളതാണ്. ഈവൻ വെനം ദ ലാസ്റ്റ് ഡാൻസ് ലൊക്കേഷൻ ചെയ്ത ഓരോ എക്സാക്ട് ലൊക്കേഷനും ടോം ഹോളണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് മൈറ്റ് ബി ടോം ഹോളൻ്റെ ക്യാമിയോ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. കാരണം ഇത് ഓൾമോസ്റ്റ് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങുമായിട്ട് സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ആ വൾച്ചർ, സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലെ വില്ലനായ വൾച്ചറൊക്കെ ഇതിനകത്ത് അപ്പിയർ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം മോർബിയസ് എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ദ വൾച്ചറിൻ്റെ ക്യാമിയോ നമ്മൾ കണ്ടതാണ്. സോ MCUവിൽ ജോയിൻ ആയി എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. സോ വെനം ദ ലാസ്റ്റ് ഡാൻസിൽ ടോം ഹോളണ്ട് പ്രത്യക്ഷമാകും. പക്ഷേ ആൻഡ്രൂ ഗാർഫിനാണ് എല്ലാവരും കാത്തിരുന്നത്. ബട്ട് ആൻഡ്രൂ ഗാർഫിനിൽ അപ്പിയർ ആവാൻ ഭയങ്കര സാധ്യത കുറവാണ്. സോ ടോം ഹോളൻ്റെ ക്യാമിയോ നമുക്ക് 100-110% പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ആൻഡ്രൂ ഗാർഫീൽഡ്, ടോബി മഗ്വയറിൻ്റെ ഒന്നും ക്യാമിയോ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് വെനം ദ ലാസ്റ്റ് ഡാൻസിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. കാരണം ട്രെയിലറിലൊന്നും നമ്മൾ അത്രത്തോളം കണ്ടില്ല. ഇനിയിപ്പോൾ മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, മൈബി ട്വിസ്റ്റും പ്ലോട്ടുകളൊക്കെ അവൾ ഹിഡൻ സീക്രറ്റ്സ് ചെയ്ത് വെച്ചിരിക്കാം. സോ എന്തായാലും ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഉറപ്പായിട്ടും അപ്പിയർ ആവും എന്നുള്ളതാണ് ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന ഫാൻസ് റിപ്പോർട്ട് റൂമർ പ്രകാരം. സോ നമുക്ക് മൂവി കാണുമ്പം കാണാം. സോ നമുക്ക് പ്രതീക്ഷിക്കാം.